പേര് പ്രകാശ്. ഒന്നിനെ പരിചയപ്പെടുത്താം. ഗവൺമെന്റ് സർവീസിൽ ആയിരുന്നു. അവിടെ ഒരു ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ജോലിയിലുണ്ടായിരുന്നു. 30 വർഷം സേവനത്തിന് ശേഷം റിട്ടയർ ആയി. ഇപ്പോ മോദി കെയർ നമ്മുടെ കരിയറായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഈ മോദി കെയർ വന്ന ശേഷം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിക്കേണ്ട ഒരു വലിയൊരു വിഷയമാണത്. ഇത് എനിക്ക് എന്നെ വെച്ചുള്ള ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ ഒരുപാട് കാര്യങ്ങളായിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഓരോ വ്യക്തികളും വരുമാനത്തിനേക്കാൾ ഉപരി ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു പാഷൻ ഫോർ പീപ്പിൾ, ആളുകളുമായിട്ട് വളരെയധികം സംവദിക്കാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ശരിക്കും നമുക്ക് നമ്മുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. സാധാരണക്കാരനായ വ്യക്തികൾക്ക് അസാധാരണമായ രീതിയിൽ വളരാൻ ഒരു വലിയൊരു വളരെ സത്യസന്ധമായ ഒരു മാർഗം ഓപ്പൺ ചെയ്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ജീവിതത്തിനെ എല്ലാ അർത്ഥത്തിലും മാറ്റിമറിക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പറയൂ, ഞാനിപ്പോ എന്റെ സ്വപ്നങ്ങൾ എന്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്വപ്നങ്ങൾ എഴുതി വെച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഭയങ്കര രസമായിട്ട് ചെയ്യേണ്ട ബിസിനസ്സാണ്. അത്ര സിമ്പിൾ ബിസിനസ്സാണ് ഇത്. ഒരു തരത്തിലും ഒരാളെയും ഹാം ചെയ്യാത്ത, ദ്രോഹം ചെയ്യാത്തൊരു ബിസിനസ്. ഞാനൊരു ഗവൺമെന്റ് സർവീസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആളുകളെ ധാരാളം പരിചയപ്പെടാനുണ്ടായിരുന്നു. അപ്പൊ പല പല ആവശ്യങ്ങൾക്കായിട്ട് ആൾക്കാർ പല പല ഇഷ്യൂസും കൊണ്ട് വരുന്ന സമയത്ത് ആ പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷനായിട്ട് പല കാര്യം ചെയ്തു കൊടുക്കാൻ സാധിച്ചതിന് സന്തോഷമുണ്ട്. അപ്പൊ എന്നെ അറിയാവുന്ന ചിലപ്പോൾ കുറച്ചുപേരൊക്കെ ഈ മീറ്റിംഗ് ഉണ്ടാവും. ഞാൻ ഒരു 4 ഡിസ്ട്രിക്റ്റിന്റെ ചാർജായിരുന്നു. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി. അപ്പൊ ആ 4 ഡിസ്ട്രിക്റ്റിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. ആ ഡിപ്പാർട്ട്മെന്റിലെ കുറെ സ്ഥാപനങ്ങളുടെയൊക്കെ ഇൻചാർജ് ഉണ്ടായിരുന്ന ഒരു സീനിയർ സൂപ്പർ ലെവലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അവിടെ കുറെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. ഇപ്പൊ കാണുന്നത് റിട്ടയർ ആയ ശേഷം ഇവിടെ ശരിക്കും ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ബിസിനസ്സാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയെടുത്ത നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത് പഠിക്കാനുണ്ട്. ഞാൻ എല്ലാവരോടും ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും ഓൾവേസ് ബി എ സ്റ്റുഡന്റ്. എപ്പോഴും സ്റ്റുഡൻ്റായിട്ട് നിൽക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പഠിച്ച് നമുക്ക് അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്ന നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ സമീർജിയെ ഞാൻ ആദരപൂർവ്വം നമിക്കുകയാണ്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട സ്പോൺസർ മിസ്റ്റർ ദിനേശ് നാരായണൻ ആൻഡ് ജിഷാദ് ബക്കർ, അവരെ ഞാൻ എൻ്റെ എല്ലാവിധ സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ എന്നെ പോലൊരു വ്യക്തിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ആ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഈ ഓർഗനൈസ് സഹായിച്ചു. ഞാൻ പറയാൻ കാരണം, നമുക്ക് ഇരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ ആരാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെ എത്തണം എന്ന ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ എത്തിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എന്തും ആയിക്കോട്ടെ, ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും പ്രശ്നമല്ല. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്, ചെറുപ്പം തൊട്ടേ സ്വപ്നം കാണുന്ന കാര്യമുണ്ട്. ആ സ്വപ്നം എന്തുമാണ്, ആ സ്വപ്നത്തെ നേടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്, അല്ലെങ്കിൽ വിശ്വാസമുണ്ട്, എന്തെങ്കിലും ഒരിക്കലും ഓപ്പർച്യൂണിറ്റി വരും എന്ന് കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറിയേക്കാം. ഐ തിങ്ക് സോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവിധത്തിലും ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. ഇത് ഈ ഇൻഡസ്ട്രി 100 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ലോകത്ത്. നമുക്കിവിടെ നിന്ന് അങ്ങനെ 29 വർഷം മുമ്പാണ് ഞാൻ ഈ പറയാൻ വന്ന ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മോദി കെയർ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ പരിവർത്തന പ്രോഗ്രാമാണ് എനിക്ക് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഇത് 100 വർഷം മുമ്പ് മറ്റു രാജ്യങ്ങളിൽ വന്നപ്പോൾ ആ രാജ്യത്തിന്റെ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സമീർജി അമേരിക്കയിൽ MBA പഠിക്കാൻ പോണ സമയത്ത്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്
അവിടെ വെച്ചിട്ടാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂട്ട് പരിചയപ്പെടുകയും അത് മനസ്സിലാക്കി എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത് കൊണ്ടുവന്നുകൂടാ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് ആസാദി കൊടുത്തുകൂടാ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷനാണ് ചെയ്യുക. ആ വിഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത്. ആസാദി ഫോർ എവരി ഇന്ത്യൻ അവിടെ നിന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അതിന് നമ്മളെ സഹായിക്കാൻ ഇതിന്റെ പ്രൊഡക്റ്റും പ്ലാനും എല്ലാം ഉണ്ട്. എന്ന് പറയാൻ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ ആ സ്വപ്നങ്ങളെ നേടിത്തരുവാൻ ആവശ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഇവിടെ നമുക്ക് തന്നെ കെട്ടിപ്പടുക്കാം. അതിന് നിങ്ങൾ ആരാണെന്ന് പ്രശ്നമല്ല. എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഈ കാര്യം ഞാൻ ആദ്യം പറയാണ്. നമുക്കിനി നോക്കാം എന്താണ് ഈ പ്ലാൻ, എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ ഈ സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. നമ്മുടെ പ്രിയങ്കരനുള്ള സമീർജിയുടെ ഫോട്ടോ സഹിതം നമുക്ക് ആരംഭിക്കാം. മിസ്റ്റർ സമീർ കെ മോഡി, ഇൻഫിനിറ്റി പ്ലാൻ. ഇറ്റ് ഈസ് മൈ കമ്മിറ്റ്മെന്റ് ടു യുവർ ലിമിറ്റ്ലെസ് സക്സസ്. നിങ്ങളുടെ ഒരു പരിമിതിയില്ലാത്ത സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇതാണ് ഫസ്റ്റ് മെസ്സേജ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. എല്ലാവരും സൗണ്ട് മ്യൂട്ട് ആയിട്ട് നിൽക്കണം പ്ലീസ്. ബിജു സാർ ശ്രദ്ധിക്കണേ. ആരുടെ ഒരാളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് പാർവതി മാഡം തന്നെയായിരുന്നു. ക്ലിയർ ആയി. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ പ്ലാൻ ഉദ്ദേശിക്കുന്നത്. സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ, ഇൻസ്പയർഡ് ബൈ വിഷൻ. സാറിന്റെ ആ വിഷനിലാണ് നമുക്ക് ഈ പ്ലാൻ ഇത്രമാത്രം മനോഹരമാക്കി തീർത്തത്. ഡ്രിവൺ ബൈ യു. നമുക്ക് തന്നേക്കാണ്. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഇതിനെ ചിട്ടപ്പെടുത്താൻ പറ്റും. നമ്മുടെ സ്വപ്നം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഓരോ വ്യക്തികൾ വളരെ വ്യത്യസ്തമായ സ്വപ്നം. ഞാൻ കോമണിനെ കുറിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. നമ്മുടെ വരുമാനം നോക്കി, ചെറിയ വരുമാനം. ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഞാൻ റെലികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെറിയ ഒരു ശമ്പളത്തിൽ ആരംഭിക്കുന്നു 30 വർഷം മുമ്പ്. അപ്പോ 92 സമയത്താണ്. അപ്പൊ 91-92 സമയത്ത്. അപ്പൊ ആ സമയത്ത് അതുകൊണ്ട് നമുക്ക് കുറേയധികം സ്വപ്നങ്ങളുണ്ട്. ഒരു ഫാൻസി കാർസ്, ഒരു വേൾഡ് ടൂർ ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. റിക്കഗ്നീഷൻ, അംഗീകാരം ലഭിക്കുക, അത് അത്ര എളുപ്പമുള്ള കേസൊന്നുമല്ല. ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി. നമുക്ക് പൈസ വേണ്ടേ, നല്ല ക്വാളിറ്റി ടൈം ഉണ്ടാവുമല്ലോ. അതുണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് വലിയൊരു സ്വപ്നങ്ങള്, വലിയ വീട് സ്വന്തമാക്കണം. ഇതൊക്കെ സാധാരണ കയ്യിൽ ചിന്തിക്കാൻ പറ്റായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആരാണ് എന്താണെന്നല്ല, ഈ സ്വപ്നങ്ങൾ നിങ്ങൾ നേടാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, ഒരു ഗട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പൊ അതാണ് കാണിക്കുന്നത്. ഈ ചെറിയ ഇങ്ങോട്ട് നിങ്ങൾക്ക് ആ വലിയ സ്വപ്നം എങ്ങനെ നിങ്ങൾക്ക് നേടാൻ പറ്റും. ഈ സാധാരണ ഒരു എംപ്ലോയിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എംപ്ലോയി എന്തുകൊണ്ട് അവസ്ഥ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഏതൊരാൾക്കും ഈ സ്വപ്നങ്ങൾ നേടാൻ പറ്റും. അത് എന്ത് ധൈര്യമായിട്ട് എഴുതി വെക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിച്ചാൽ മാത്രം മതി. അതെങ്ങനെ നേടാൻ പറ്റും ഞാൻ പറഞ്ഞു. ഞാൻ അഗൈൻ ഒരു സാധാരണ എംപ്ലോയി. എൻ്റെ അച്ഛൻ ഒരു ലക്സറി ബോർഡില് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്ത് ഞങ്ങൾ 5 മക്കളില് 4ാമത്തെ വ്യക്തിയാണ് ഞാൻ. അച്ഛൻ പഠിച്ചു, നന്നായിട്ട് പഠിക്കൂ, നല്ല മാർക്ക് വാങ്ങിക്കൂ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു വെച്ചു. ഞാനത് ചെയ്തു, നല്ല മാർക്ക് വാങ്ങിച്ചു. PSC ടെസ്റ്റ് എഴുതാകുമ്പോഴത്തേക്ക് ഞാൻ ഒരു 2-3 ടെസ്റ്റ് എഴുതി. ഓരോരുത്തർ 100 റാങ്കിനുള്ളിൽ വന്നു. എനിക്ക് ജോലി കിട്ടി. എനിക്കൊന്നും അറിയില്ല എങ്ങനെ സംഭവിച്ചത്. പക്ഷെ അതിന് എന്നെ എല്ലാം നമിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെ. കാര്യം എൻ്റെ റോൾ മോഡൽ എൻ്റെ അച്ഛനമ്മ തന്നെ, അന്നും ഇന്നും എന്നും. ഇത് അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ജോലിക്കാരനായി തീർന്നു. എംപ്ലോയി, വർക്കിംഗ് എക്സിക്യൂട്ടീവ്. അവിടെ നിന്ന് ഒരു ഗസറ്റ് ഓഫീസറോട് മാറി. പ്രൊമോഷൻ കിട്ടി. അപ്പൊ ഞാൻ അങ്ങനെ പല കേരളം ഒട്ടാകെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ബോസ് ഒരു മെയിൽഡ് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഇപ്പൊ ഗസറ്റ് ഓഫീസർ ആകുമ്പോൾ നമുക്ക് ഗവർണർ നമ്മുടെ അതോറിറ്റി വന്നേക്കാം. നമുക്ക് ആർക്കും അറ്റസ്റ്റ് ചെയ്യിക്കാനൊക്കെ അതോറിറ്റി നിൽക്കാം. അതിനപ്പുറം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തില്ല. ഒരു പൊങ്ങച്ചം പറയുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ശമ്പളമൊക്കെ ഒരു 1.5 ലക്ഷം വരെ മാസം വരുമാനം ലഭിക്കുമായിരുന്നു. അപ്പൊ അത് നിൽക്കുമ്പോൾ നമുക്ക് അപ്പോഴും അത്രമാത്രം ലയബിലിറ്റി നിൽക്കുക. അതാ ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യം ഈ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ലോണൊക്കെ എടുത്ത് എത്ര ലോൺ എടുക്കുന്ന അത്ര ലോണൊക്കെ എടുത്ത് ജീവിച്ചു വെക്കുക. ശരിക്കും ഇപ്പോഴാണ് ലൈഫ് ആരംഭിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു എംപ്ലോയി എപ്പോഴും അദ്ദേഹത്തിന്റെ ചുറ്റുപാടത്തിൽ ലിമിറ്റേഷൻ നിൽക്കുക. അദ്ദേഹം ആക്റ്റീവ് ഇങ്ങനെ ഗ്രൂപ്പുകാരനാണ്. ജോലി ചെയ്താൽ വരുമാനം കിട്ടും, ജോലി ചെയ്താൽ വരുമാനം ഇല്ല. ഇവിടെ സ്റ്റക്കായി പോണ കാര്യം. ഒരു സെൽഫ് എംപ്ലോയി നോക്കാം. അദ്ദേഹം കുറച്ച് നന്നായിട്ട് പഠിച്ചു, ഡോക്ടറായി, ഒരു ചാർട്ടർ അക്കൗണ്ടായി, ഒരു ലോയറായി. അതിന് സെൽഫ് എംപ്ലോയി ആണ്. അതിന് ആരെങ്കിലും വർക്ക് ചെയ്യണ്ടാവില്ല ഒരു പക്ഷേ. അപ്പോഴും പ്രശ്നമുണ്ട്. എംപ്ലോയിനേക്കാൾ കുറിച്ച് ഭേദമായിരിക്കും അദ്ദേഹം. പക്ഷെ അദ്ദേഹം കുറെ കൂടി സമയം അവിടെ യൂണിവേഴ്സിറ്റി ആണ്. അവിടെയും
വരുമാനം ഉണ്ടാക്കുന്നത്. അദ്ദേഹവും ആക്റ്റീവ് ഗ്രൂപ്പുകാരനാണ്. ഒരു 10 ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കക്ഷികൾ വേണ്ടതില്ലെങ്കിൽ, ഒരു പേഷ്യൻസ് വേണ്ടതില്ലെങ്കിൽ ഡോക്ടർ കാര്യം ബുദ്ധിമുട്ടാവും, അഡ്വക്കേറ്റ് കാര്യം ബുദ്ധിമുട്ടാവും. എപ്പോഴും അവിടെയും അവരൊക്കെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇനി അടുത്തൊരു ഭാഗം നോക്കാം. ഇത് ഇടതുവശത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ലോകത്തിന്റെ 95% ആൾക്കാർ. ലോകത്തിന് 95% ആൾക്കാർ ഈ ഭാഗത്താണ്. പക്ഷെ അവരുടെ മൊത്തം സമ്പത്തിന്റെ 5-10% മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. ലോകത്തിന് മൊത്തം വരുമാനത്തിന് 5-10% മാത്രമേ ഈ അടുത്ത് നിൽക്കുന്ന എംപ്ലോയിക്കും സെൽഫ് എംപ്ലോയി കിട്ടുന്നു. ഒരു ഷട്ടർ ഓപ്പൺ ചെയ്യുന്ന വ്യക്തി സെൽഫ് എംപ്ലോയി ആണ്. ഒരു മേസൺ വർക്ക് ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ സ്കില്ല് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, സെൽഫ് എംപ്ലോയി ആണ്. അപ്പൊ അവിടെ കാര്യം മനസ്സിലായി, ഈ ഭാഗത്തു നിന്നുകൊണ്ട് മാത്രം ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും വേണ്ടത് നേടാൻ സാധിക്കില്ല. അടുത്ത ഭാഗത്തേക്ക് നോക്കി, അവിടെ കാണുന്നത് ബിസിനസ് ഓണറാണ്. ഒരു 500 എംപ്ലോയീസിലധികമുള്ള ഒരു വ്യക്തിയാണ് ബിസിനസ് ഓണർ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കേണ്ട വിഷയമാണത്. അദ്ദേഹത്തിന് 500 എംപ്ലോയീസ് ഉണ്ട്. അവിടെ ചിലപ്പോൾ മേ ബി 5 മാനേജേഴ്സ് ഉണ്ടാവും. അതിന് മേളിൽ എന്റെ ഓണർ നിൽക്കുന്നത്. ഓണറോട് വരണമെന്നില്ല. സബനം ഒരു ജനമാന്റെ കീഴിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ട് പുള്ളി മൂവി ഉണ്ടാവും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലുലു മാട്ടൊക്കെ അലച്ചു ലുലു മാളൊക്കെ, അല്ല ചിറ്റപ്പുള്ളി പിക്ചേഴ്സ് അവരുടെ വീഗാലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, നമ്മൾ അവിടെ പോയി വെള്ളത്തിൽ ചാടുന്നു, തിരിച്ചു പോരുന്നു. ശരിക്കും അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അവിടെ നടക്കുന്നുണ്ട്. അവരുടെ ഓണർമാരെ നമ്മൾ കാണാനുണ്ടാവില്ല, അവർ വേറെ രാജ്യത്തെ കണക്കുണ്ടാവും. അവിടെ കുറെ ഒരു സിസ്റ്റം വൈസ് ഡെവലപ്പ് ചെയ്യുന്ന ആക്കണം. ഈ വാക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുന്നത്, സിസ്റ്റം. നമ്മൾ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ബിസിനസിന്റെ പ്രത്യേകത, ഒരു എംപ്ലോയി സെൽഫ് എംപ്ലോയി മാറി നമുക്കൊരു സിസ്റ്റം വൈസ് ഒരു ബിസിനസ് ഓണറായിട്ട് മാറാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്താ രസം എന്ന് അറിയൂ, ഞാൻ പറഞ്ഞു ഇടതുവശം നിൽക്കുന്നവർക്ക് ആകെ മൊത്തം ലോകത്ത് എടുക്കുന്ന വരുമാനത്തിന്റെ 5-10% മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. വലതുവശത്ത് ലോകത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 90% ഏൺ ചെയ്യുന്നത് വലതുവശിക്കുന്ന ആൾക്കാരാണ്. അവർ ബിസിനസ് ഓണർ എന്ന രീതിയിലും ഇൻവെസ്റ്റർ എന്ന രീതിയിൽ അറിയപ്പെടുന്നു. പ്രത്യേകത, ഈ ബിസിനസ് ഓണർക്ക് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ അവിടെ വരുമാനം കിട്ടും. കാരണം അതിന്റെ വരുമാനത്തെ പറയുന്ന പേര് പാസീവ് ഇൻകം എന്നാണ്. അവര് കുറച്ച് പൈസ ഉണ്ടാക്കിയ ശേഷം ഇൻവെസ്റ്ററായിട്ട് മാറും. പല കാര്യം റെന്റ് ചെയ്തും ഒക്കെ അവിടെ ലൈഫ് റൺ ചെയ്യാൻ അവർ പേര് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അവരും പാസീവ് ഗ്രൂപ്പുകാരാണ്. ഇവരാണ് ലോകത്ത് റൺ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സമ്പത്ത് ഓൺ ചെയ്യുന്ന ഇവരാണ്. അങ്ങനെ 4 വരുമാനം തിരിച്ചുകൊണ്ടൊരു ലോകപ്രശസ്തനായ ഒരു വ്യക്തി, അതിന്റെ പേര് റോബർട്ട് ടി കിയോസാക്കി എന്നാണ്. ആ ബുക്ക് എഴുതിയതുകൊണ്ട് പുള്ളി ഭയങ്കര റിച്ചായിട്ട് മാറുകയും ചെയ്തു. ഇനി നമുക്ക് നോക്കാം അടുത്ത എന്താന്ന് നോക്കാം. ഇതാണ് വരുമാനം വാങ്ങിക്കുന്ന ആളുകളെ 4 തിരിച്ചുകൊണ്ടുള്ള കാര്യം. ഇപ്പൊ നമുക്കിവിടെ ഇടതുവശിക്കുന്ന നമ്മൾക്ക് എംപ്ലോയിക്കും സെൽഫ് എംപ്ലോയിക്കും വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗോൾഡൻ പ്ലാറ്റ്ഫോമാണ് മോദി കെയർ എന്ന് പറയുന്നത്. ഇവിടെയാണ് പഠിക്കേണ്ട വിഷയം. ബഹുഭൂരിപക്ഷർക്കും അറിയാതെ പോകുന്ന ഒരു ഭാഗം ഇതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബിസിനസ് അത്രയും സിമ്പിളാണ് മനസ്സിലാവും. ഇത് നോക്കി, ഇതിൽ നിന്ന് മനസ്സിലാവും. നോക്കി, കടയിൽ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ എന്താണ് മോദി കെയർ, എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു തരികയാണ്. കടയിൽ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ 100 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ശരിക്കും അതിന്റെ വില എത്രയേ ഉള്ളൂ? അതിന്റെ ഓണർക്ക് അതിന്റെ വില, ഉണ്ടാക്കിയ വ്യക്തിക്ക് അതിന്റെ വില 35 രൂപ മാത്രമേ ഉള്ളൂ. കോസ്റ്റ് പ്രൈസ് അടക്കം പ്രോഫിറ്റ് അടക്കം 35 രൂപ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ കൊടുക്കുമ്പോൾ അത് 45 രൂപയ്ക്ക് അതിന് ലാഭം, 10 രൂപ അതിന് മാർജിൻ ഉണ്ട്. അത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലേക്ക് എത്തുമ്പോൾ അതിന് 65 രൂപയും. അത് റീറ്റെയിലിൽ കിട്ടുമ്പോൾ തൊട്ടടുത്തുള്ള ചെറിയ കടക്കാരുണ്ട്, ആ കടക്കാരൻ കിട്ടുമ്പോൾ അത് 75 രൂപയും. നിങ്ങളുടെ കിട്ടുമ്പോൾ 100 രൂപയും. ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുത്തിരുന്ന നല്ല സിനിമാടന്മാരും അങ്ങനത്തെ സെലിബ്രിറ്റീസ് ഒക്കെ പരസ്യം വരുന്നു, കേട്ടോ മായി എണ്ണച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മള് അത് വാങ്ങിച്ച് ബൂസ്റ്റ് വാങ്ങിച്ച് അച്ഛനും അമ്മയ്ക്കും ചിലപ്പോ മക്കൾക്കൊക്കെ കൊടുക്കുന്നു, ഭാര്യയ്ക്ക് കൊടുക്കുന്നു. പക്ഷെ അവിടെ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്. ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും പോരുന്ന ഭീമമായ തുക, അതായത് 65% തുക ഇവിടെ ആർക്കൊക്കെ പോരുന്ന തുക നമ്മുടെ ഇൻഡസ്ട്രിയിൽ നേരിട്ട് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന കാര്യവും. അത് ഇടനിലക്കാർ പരസ്യക്കാരെ ആശ്രയിച്ചാൽ അങ്ങനത്തെ പ്രൊഡക്റ്റിന് പകരം ലോകോത്തര ഗുണനിലവാരമുള്ള 100% ഗ്യാരണ്ടി ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ അത് നിസ്സാര കാര്യമാണോ? അതിലൂടെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു ഗോൾഡ് ഗിവൺ ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് ഈ മോദി കെയർ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് ആ പൈസ ഇത്രയും 65 തുക നമ്മളിലേക്ക് വരുന്നത്? പരസ്യക്കാരും ഇടനിലക്കാരും ഇല്ലാണ്ട് ഇത്ര വലിയ ഹ്യൂജ് ബിസിനസ് എങ്ങനെ നടക്കുന്നു? ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. വെരി സിമ്പിൾ. ഇത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അതുകൊണ്ട് ഞാനിത് വരാൻ കാരണം. ദെൻ ലോ റിസ്ക്, അതായത് നമുക്ക് റിസ്ക്കും പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കടയോ ഓഫീസോ കൊടുക്കണമെന്ന് വേണ്ടെന്ന് അർത്ഥം. നോ പ്രീവിയസ് എക്സ്പീരിയൻസ് റിക്വയർഡ്. മുൻ പരിചയം വേണ്ട. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മുൻ പരിചയം വേണം. ഇവിടെ മുൻ പരിചയം വേണ്ട.
അപ്പൊ തന്നെ പകുതി ആശ്വസിക്കും. നോ പ്രൊമീസസ് റിക്വയർഡ്. കടയോ ഓഫീസോ കൊടുക്കണമെന്ന് വേണ്ട, നേരത്തെ പറഞ്ഞ പോയിന്റ്. ദെൻ നോ മാൻ പവർ. കുറെ അധികം ജോലിക്കാരെ വെക്കണം നേരത്തെ പറഞ്ഞു. അങ്ങനെ ജോലിക്കാരും വേണ്ട, നമ്മൾ തന്നെ ഓണർ. നമുക്ക് പറ്റാത്ത രീതിയിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കണം എന്നുള്ള കാര്യം, നോ കോംപ്രമൈസ്. പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കും. ഈ ബിസിനസ് വിജയിക്കാൻ വേണ്ട ആകെ കാര്യം മാത്രമേ ഉള്ളൂ. അതുകാരണം ജോലിക്കാരൻ്റെ ആവശ്യമില്ല. പാസീവ് ഇൻകം നമുക്ക് ഇത് നോ മാൻ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ടീം വർക്കാണ്. നല്ല രസകരമായ നമ്മുടെ ഒരു സിസ്റ്റം റൺ ചെയ്ത് നമ്മുടെ ടീമാണ് നമ്മളെ സഹായിക്കുന്നത്. പാസീവ് ഇൻകം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കൽ പ്രവർത്തിച്ചിട്ട് 2 to 5 ഇയർ പ്രവർത്തിച്ച ശേഷം നമുക്ക് റിട്ടയർ ചെയ്യാം. വരുമാനം എന്നും ലഭിക്കും. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ. സോ ടൈം ഫ്രീഡം, നിങ്ങളുടെ സമയത്തിന് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നെയുണ്ട്. ഇവിടെ നിങ്ങൾ വരുന്ന ഓരോരുത്തരും നിങ്ങളുടെ ബിസിനസിന്റെ പാർട്ട്നേഴ്സാണ്. അതുകാരണം നിങ്ങൾക്ക് ധാരാളം സമയം ലഭിക്കും. ദെൻ ബിസിനസ് ഫോർ ജനറേഷൻസ്, തലമുറയായിട്ട് നമുക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരിക്കൽ ചെയ്ത പ്രവൃത്തി മേ ബി 2 to 5 വർഷം കൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ വെൽത്ത്, ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഇതിന് ഏറ്റവും വലിയ സ്ട്രെങ്ത് ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഏതൊരു സംഘടനയുടെയും ഏതൊരു ബിസിനസിന്റെയും ബേസ് എന്ന് പറഞ്ഞാൽ ആ സംഘടനയുടെ, ആ പ്രസ്ഥാനത്തിന്റെ, ആ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്, അല്ലെങ്കിൽ വിതരണ ശൃംഖലയാണ്. ആ വിതരണ ശൃംഖല ശക്തമാണെങ്കിൽ അവര് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷനെ കൊടുത്ത് വ്യക്തമായ ഡ്രീംസ് ഉള്ള ഒരു ടീമാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഈ ബിസിനസ് അത്രയും സിമ്പിളാണ്. ഞാനിത് ഇഷ്ടപ്പെടാൻ കാരണം ഈ ഇങ്ങനത്തെ ചില സിമ്പിൾ ആയിട്ടുള്ള 8 സ്റ്റെപ്പുകളാണ്. നമുക്കിനി നോക്കാം. ഇതിന്റെ ലെഗസി നോക്കുക. ഇതിന്റെ മിസ്റ്റർ സമീർ കെ മോഡിയാണ് നമ്മുടെ കമ്പനിയുടെ എല്ലാമായിട്ട് വ്യക്തി. അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കുക: ട്രാൻസ്ഫോമിംഗ് ദ ലൈഫ്സ് ഓഫ് മില്യൺസ് ഓഫ് ഡയറക്ട് സെല്ലേഴ്സ് ആൻഡ് ക്ലോക്കിംഗ് സ്ട്രോങ് മൊമെന്റം. ഇന്ത്യയിലുള്ള മില്യൺസ് ഓഫ് ഡയറക്ട് സെല്ലേഴ്സിന്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ വരുന്ന എല്ലാവരെയും അവരുടെ ലൈഫ് ടോട്ടലി മാറ്റിമറിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കമ്പനി നമുക്ക് തന്നേക്കാം. സമീർജി നമുക്ക് കൊണ്ട് വിഭാവനം ചെയ്തേക്കും. അതിന്റെ ഗ്രാൻഡ് ഫാദറും പരിചയപ്പെടുത്തുന്നുണ്ട്. മിസ്റ്റർ റായ് ബഹദൂർ ഗുജറാൾ മോഡി പരിചയപ്പെടേണ്ട വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹം 1933 മോദി എന്റർപ്രൈസസ് എന്ന സ്ഥാപനം ഇന്ത്യയിൽ ആരംഭിച്ചു, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. അതിനുശേഷം രാജ്യത്തിന്റെ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു പ്രസ്ഥാനമായിട്ട് മോദി എന്റർപ്രൈസസ് മാറി. അത് രാജ്യം ഇതിനെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. അപ്പോൾ ആലോചിക്കണം, ഇന്ന് 120 രാജ്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഓക്കെ, അതിന്റെ മകനാണ് കെ മോഡി. കെ മോഡി ആ വ്യവസായം, അച്ഛൻ ആ ബിസിനസ് ആകെ നടത്തിയിരുന്നത് ഇന്ത്യയിൽ മാത്രമായിരുന്നു. അച്ഛൻ ചെയ്ത 27 വ്യവസായങ്ങൾ, തുടങ്ങി വെച്ച 27 വ്യവസായങ്ങൾ കെ മോഡിയാണ് 120 രാജ്യങ്ങൾക്ക് ഡെവലപ്പ് എടുത്തത്. കെ മോഡിയുടെ വൈഫാണ് മിസ് ബീന മോഡി. ഇനി ഇവിടെ പഠിക്കേണ്ട കാര്യം, ഇവരുടെ മകനാണ് മിസ് സമീർ കെ മോഡി. സമീർ കെ മോഡി ഈ പ്രസ്ഥാനം ഇത്ര ശക്തമാക്കി, മോദി കയറുന്ന പ്രസ്ഥാനം 3ാം തലമുറ ബിസിനസ്സായിട്ട് കൊണ്ടുവന്ന് ഉയർത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയം എടുത്തുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മോദിക്ക്. അപ്പൊ ആ ലെവലിൽ അദ്ദേഹം കൊണ്ടുവന്ന് തന്നെ ആസാദി ഫോർ എവരി ഇന്ത്യൻ, ഓരോ ഇന്ത്യക്കാർക്കും ആസാദി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് കമ്പനിയുടെ ഇന്ത്യയിലെ പ്രൊഫൈലാണ് കാണിക്കുന്നത്. 1900 കോടി വിറ്റുവരവുണ്ട്. 53 ലക്ഷം ഡയറക്ട് സെല്ലേഴ്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഇന്ത്യ ഒട്ടാകെ. 5 ലക്ഷം സ്ക്വയർ ഫീറ്റില് ഓഫീസ് ഉണ്ട്. 14,000 പിൻകോഡിൽ അത് സർവീസ് ചെയ്യുന്നുണ്ട്. 14,000 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്. നമുക്ക് ഇന്ന് 75,000 റുപ്പീസ് മുടക്കി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 14,000 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് അക്രോസ് ഇന്ത്യ ഉണ്ട്. കേരളത്തിൽ മാത്രം 450ഓളം ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്. 75,000 റുപ്പീസ് മുടക്കിയാമെന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് ഒരാൾക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഹോം ഡിപി സ്റ്റാർട്ട് ചെയ്യാം. ആ രീതിയിലായി തുടങ്ങി. 10,000 ന്യൂ ജോയിനീസ് പെർ ഡേ ഒരു ദിവസം ബിസിനസ്സിൽ വരുന്നു. 5,000 ടൗൺസിൽ ഓപ്പറേഷൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് റേഞ്ച് ഉണ്ടോ? ഇത്രയും പ്രൊഡക്റ്റ് റേഞ്ച് വെച്ചൊരു കമ്പനി വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തിരിക്കുക. അതിനകത്ത് നമുക്ക് എടുത്തുകൊണ്ട കാര്യം ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് വെൽനസ്, ആ റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഹിറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിൽക്കുന്നത്. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു വലിയ പരിഹാരമായിട്ടാണ് അവിടെ മാറിയേക്കുന്നത്. കളർ കോസ്മെറ്റിക്സ്, സൗന്ദര്യ മേഖലയിൽ ഒരു വലിയ പരിഹാരമാണ്, പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് കളർ കോസ്മെറ്റിക്സ്. ദെൻ സ്കിൻ കെയർ, സ്കിൻ പ്രശ്നങ്ങൾക്ക് വലിയ സൊല്യൂഷൻ ആണ് സ്കിൻ കെയർ. ഞാൻ അങ്ങനെ പറയും, കാര്യം ഇത്ര നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ചെടികളുടെ എക്സ്ട്രാക്റ്റിൽ നിന്ന് ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക് കാണിച്ച വ്യക്തിയാണ് സമീർ മോദി സാർ. ഈ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടാൻ കാരണമാണ് ഫുഡ് ആൻഡ് ബെവറേജിനകത്ത് ഇന്ന് വെളിച്ചെണ്ണയുടെ വില നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മുടെ തവണയും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്. ഈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്.
കൃഷിയിൽ ഞാൻ ബേസിക്കലി കാർഷിക കോളേജിൽ പഠിച്ചിറങ്ങിയ വ്യക്തിയാണ്. 82 85 വരെ മലപ്പുറത്ത് തവനൂര് കാർഷിക കോളേജിൽ പഠിച്ചിറങ്ങിയ വ്യക്തിയാണ്. അവിടെ കൃഷി ഉൽപാദനത്തിന് വേണ്ടി സർക്കാർ പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ 3 വർഷക്കാലം ആ കാർഷിക കോളേജിന്റെ സർവകലാശാല കീഴിൽ വർക്ക് ചെയ്തിട്ട് തിരിച്ച് ഞാൻ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യേണ്ടി വന്നു. കാര്യം എനിക്ക് അവിടെ ജോലി ലഭിച്ചില്ല. ഞാൻ പകരം സ്റ്റേറ്റ് സർവീസിൽ PSC വഴി ജോയിൻ ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്തു. അപ്പൊ അന്ന് പഠിച്ചൊരു കാര്യമുണ്ട്, കൃഷിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ രാജ്യം മുൻഗണന കൊടുക്കുക. 42% കൃഷിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ് ആക്റ്റീവ് വെയിറ്റ് എന്ന പ്രൊഡക്റ്റ്. അത് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വലിയ കാര്യമാണ്. പിന്നെ ഹോം കെയർ, വീടിന്റെ പല പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ആണ് കെമിക്കൽസ് ഇല്ലാത്ത നാച്ചുറൽ ഉൽപ്പന്നങ്ങൾ. ഹാർഷ് കെമിക്കൽസ് ഒന്നും ഇനത്തില്ല. ദെൻ ലോണ്ടറി കെയർ, എൻസൈം ബേസ്ഡ് പ്രൊഡക്റ്റും ഉണ്ട്. തുണി കഴുകാം എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? നമ്മുടെ വാഷിംഗ് മെഷീനിൽ യാതൊരു ഡാമേജിലുണ്ട്, നമ്മുടെ കൈക്ക് യാതൊരു ഡാമേജിലുണ്ട് കഴുകാവുന്ന ലോണ്ടറി കെയർ ഉൽപ്പന്നങ്ങൾ. പേഴ്സണൽ കെയർ, വ്യക്തിത്വ ശുചിത്വം, ഇതിന്റെ പേസ്റ്റും ബ്രഷും പൗഡറും അടക്കം, കൈ കഴുകുന്ന ഹാൻഡ് വാഷ് അടക്കം നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള ഒലിവ് ഓയിൽ എക്സ്ട്രാക്ട് ആണ് ഇതിന്റെ കൈ കഴുകുന്ന പ്രൊഡക്റ്റ്. രാജകീയമായ കൈ കഴുകുക, അതൊക്കെ നല്ല ക്വാളിറ്റി ഹൈലി എക്കണോമിക്കലായിട്ടുള്ള പ്രൊഡക്റ്റ്. എഫക്റ്റീവാണ്, എക്കണോമിക്കലാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. ഇത് മൂന്നും കൂട്ടിയ പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റില് വേരിലിടാവുന്ന കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യം കൊണ്ടുവന്ന കമ്പനിയാണ് മോദി കെയർ എന്ന കാര്യം നമുക്ക് അഭിമാനപൂർവ്വം പറയാം. ഓട്ടോ കെയർ കഴുകാനുള്ള ഓട്ടോ കെയർ, ഓട്ടോ പോളിഷും എല്ലാത്തും. ദെൻ അതേപോലെ ഡിവൈൻ ചന്ദനത്തിരികൾ, നല്ല ക്വാളിറ്റിയുള്ള ചന്ദനത്തിരികൾ, കെമിക്കൽസ് ഇല്ലാത്ത നാച്ചുറൽ ചന്ദനത്തിരികൾ. SM വാച്ചസ്, നമ്മൾ സമീർ മോദി വാച്ചസ്, സമീർ മോദി തന്നെ പേരത്തിനുള്ള വാച്ചസ്. ഈ വാച്ച് ഞാൻ എന്റെ കയ്യിൽ ധരിക്കുമ്പോൾ എനിക്ക് വരുമാനം ലഭിക്കുന്ന അറിയിച്ചു. ഈ ചന്ദനത്തിരി ഉപയോഗിച്ച് നമുക്ക് വരുമാനം ലഭിക്കുന്നു. അതുപോലെ മൈറ്റി കാർഡ്, നമ്മൾ മൊബൈൽ സംരക്ഷിക്കാൻ ആവശ്യമുള്ള ഘടകങ്ങൾ. ജ്വല്ലറി, 18 കാരറ്റ് ഗോൾഡ് ജ്വല്ലറി. ഇത്രയും ഈ പ്രൊഡക്റ്റ് റേഞ്ച്. കുക്കു, വാട്ടർ പിച്ചർ. നമ്മുടെ വെള്ളത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിഷമിക്കുന്ന കാര്യമാണ് വെള്ളത്തിന്റെ പ്രശ്നം. ഈ വെള്ളം ഇന്ന് മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് അസുഖം വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എല്ലാം അസിഡിക് ബേസിലാണ്. ആ അസിഡിക് ബേസിട്ടുള്ള തിളച്ച ഒരു പാത്രം വെള്ളത്തിന് നമുക്ക് മാറ്റി ആൽക്കലി ആക്കാൻ പറ്റിയ ആൽക്കലൈൻ പിക്ചർ കമ്പനി നമുക്ക് തന്നേക്കാം. ഒരു അമേസിങ് കോമ്പിനേഷൻ. എന്റെ വീട്ടിൽ അതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ആരൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ഞാൻ പറയും, നിങ്ങൾ വീട്ടിലെ വെള്ളം ഇനി തൊട്ട് ആൽക്കലൈൻ പിക്ചർ ഉപയോഗിക്കാൻ പറയും. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഭാഗം ഒരു സൈഡിൽ. സോ കൂടാതെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയ പ്രൊഡക്റ്റാണ് ഷേപ്പ് ഷിഫ്റ്റ്. ഇത് എന്റെ പഴയ വണ്ണം 83 കിലോ ആയിരുന്നു ഫെബ്രുവരി മാസം. ഈ ഫെബ്രുവരി മാസം 3 മാസം കൊണ്ട് 90 ദിവസം കൊണ്ട് അത് 9 കിലോ കുറയ്ക്കാൻ സാധിച്ചത്, കറക്റ്റ് 9 കിലോ കുറയ്ക്കാൻ സാധിച്ചത് ഈ ഷേപ്പ് ഷിഫ്റ്റ് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ സ്വന്തം വണ്ണം കുറയ്ക്കാൻ അതിനുള്ള കണ്ടന്റാണ് ഞാൻ ഇത് പറയുന്നത്. അതിന്റെ കണ്ടന്റ് വേറൊന്നുമില്ല. ഞെരിഞ്ഞില്, കടുക്ക, ദെൻ ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, കുടംപുളി, കുരുമുളക്, ഇഞ്ചി. ഇതുകൊണ്ട് വണ്ണം കുറയ്ക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് പുറത്തുനിന്നും കേട്ടുകേൾവിയില്ലാത്ത കാര്യം. സോൾട്ട് സപ്പ്, നമുക്ക് പ്ലാസ്റ്റിക്കിനകത്ത് അപകടകരമായ പല ഘടകങ്ങളുണ്ട്. സാധാരണ പ്ലാസ്റ്റിക്കിനകത്ത് അപ്പൊ അത് ഭക്ഷണസാധനം സൂക്ഷിച്ചു വെക്കുന്ന അപകടകരമാണ്. ഈ സോൾട്ട് സപ്പ് ഉപയോഗിച്ചാല് ആ പ്രശ്നങ്ങൾ മുഴുവൻ സൊല്യൂഷൻ ആണ്. അടുക്കളയിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്ന പ്രൊഡക്റ്റ് സോൾട്ട് സപ്പ് മാറിക്കഴിഞ്ഞു. ദെൻ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന മസാലകൾ, അങ്ങനത്തെ മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം നാച്ചുറൽ സോൾട്ട്സ്. കാര്യം ഇവിടെ ഇപ്പോ നിങ്ങൾക്കറിയാം ഏതാണ്ട് 84ഓളം മസാല കമ്പനികളെ കേരളത്തിലെ കമ്പനി നമ്മുടെ ഭക്ഷ്യകാര്യ വകുപ്പ് അവരെ പിടിക്കുകയും അവരെ മാലിന്യം കണ്ടെത്തി അവരെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫൈൻ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയെ ഒരു ഉൽപ്പന്നക്ക് മാലിന്യമില്ലാതെ സർട്ടിഫിക്കറ്റ് അവർ തന്നു. അതൊക്കെ നമുക്ക് ഒരു അപൂർവമായി കിട്ടുന്ന സംഭവമാണ്. ഇത് മാത്രം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. 42 വെളിച്ചെണ്ണ കമ്പനിയാണ് കേരളത്തിൽ പിടിച്ചത്. അത്രയും മലീമസമായിട്ടുള്ള അപകടകരമായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരാതെ കാരണം ആ ക്വാളിറ്റിയാണ് നമുക്ക് തരുന്നത്. അപ്പൊ അത്ര വിശ്വാസമായിട്ട് 29 വർഷത്തോടെ ഇന്ത്യ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഫോറസ്റ്റ് നെക്ടർ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മെയിനകത്ത് മുടി സംരക്ഷിക്കാനും മുടി കൊഴിച്ചിലൊക്കെ മാറി നമുക്ക് മുടിയെ സംരക്ഷിച്ച് കീപ്പ് ചെയ്ത് വെക്കാനും മുഖത്തുള്ള ഭംഗി നമുക്ക് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഫോറസ്റ്റ് നെക്ടർ എന്ന റേഞ്ചിൽ പ്രൊഡക്റ്റ്. സോ ഇങ്ങനെ നിങ്ങളുടെ ഷോപ്പ് ചേഞ്ച് ചെയ്തതിലൂടെ നിങ്ങൾക്ക് വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ലഭിക്കുന്നു. നിങ്ങൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ച് ബിസിനസ്സിൽ ആയിട്ട് എടുക്കാൻ പറ്റും. ബാങ്ക് പാസ്ബുക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ലഭിക്കുന്നുണ്ടാവും. അത്രയും സിമ്പിൾ ബിസിനസ്. നമ്മൾ കുളിക്കുകയും പല്ലിക്കുകയും പാത്രം കഴിക്കുകയും ചെയ്യുമ്പോൾ ഷോപ്പ് ഒന്ന് മാറിയതുകൊണ്ട് വരുമാനം ലഭിക്കുന്ന വലിയൊരു മനോഹരമായ ഒരു അവസ്ഥ. നമുക്ക് എന്താ അതിന്റെ ഫസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് അതിന്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ കൺസ്യൂമറായിട്ട് മാറാം. അതാണ് ആദ്യത്തെ കാര്യം. 2, നമുക്ക് കൺസ്യൂമറെ വായിച്ച് നമുക്ക് ഒരു അഡ്വൈസറായിട്ട് മാത്രം നിൽക്കാം. അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, പ്രൊഫൈഡ് കസ്റ്റമർ എന്ന് പറയും.
നമുക്ക് ജസ്റ്റ് ആധാർ കാർഡൊന്നും കൊടുക്കാതെ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകൊണ്ട് മാത്രം നമുക്കൊരു പ്രിഫേർഡ് കസ്റ്റമറിന് നിൽക്കാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കൺവിൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ബിൽഡ് ചെയ്യാം. അത് നമുക്ക് അഡ്വൈസർ ആകാം. ഉണ്ടോ? രണ്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അഡ്വൈസർ ആവണെ കൊണ്ട് നമുക്ക് വരുമാനം ലഭിക്കുള്ളൂ. പ്രിഫേർഡ് കസ്റ്റമർക്ക് വരുമാനം ലഭിക്കില്ല, ടീം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അഡ്വൈസർ ആകാനായിരുന്നു. ഞാൻ കഴിഞ്ഞ അഞ്ച് ദിവസത്തോടെ അഡ്വൈസറായിട്ട് ബിസിനസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് 14 സ്റ്റേറ്റിൽ ബിസിനസ് ഉണ്ട്. എനിക്കറിയില്ല എങ്ങനെ ആക്കുന്നു. 7 കോടിയുടെ മേളിൽ കച്ചവടം നടക്കുന്നുണ്ട്. കാരണം ഇത് ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. കൊണ്ടുവരുന്നത് വിൽക്കണമെന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. കൊണ്ടുവരുന്നത് വിൽക്കണ ആളുകൾ വിൽക്കാം, എത്ര വിൽക്കാം. അതൊക്കെ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന സംഗതികളാണ്. ബിസിനസ് ബിൽഡേഴ്സ് ലീഡർഷിപ്പ് നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് ടീമിനെ ലീഡർഷിപ്പിലേക്ക് വളർത്തിക്കൊണ്ട് ഒരു ശക്തമായ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആൾക്കാരെ ഇതിനകത്ത് അഡ്വൈസ് ആക്കിക്കൊണ്ടും അവരെ ഡയറക്ടറും സീനിയറും ഡയമണ്ട്സും ഒക്കെ ആക്കിക്കൊണ്ട് വലിയ രീതിയിൽ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ദെൻ ബിസിനസ് ഐക്കോൺസ്, അത് മെന്റേഴ്സ് ആയിട്ട് നമ്മുടെ ടീമിനകത്ത് വരുന്ന ആൾക്കാർക്ക് വേണ്ട നമുക്ക് എക്സ്പീരിയൻസ് ആകുമ്പോൾ 2 വർഷം 3 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് മെന്റേഴ്സ് ആയിട്ട് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്ത് അവരെ വളർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ബ്യൂട്ടിഫുൾ. എന്റെ മെന്റർ ഗൈഡൻസ് പറയും നമുക്ക് ജിഷ സാറും ദിനേശ് സാറുമാണ്. അവരുടെ ഗൈഡൻസിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ സഹായിക്കാൻ ഒരു വലിയ ടീമുണ്ട്. നമ്മുടെ സ്പോൺസർ അടക്കുന്ന വലിയ ടീമുണ്ട്. ഇനി അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് ജസ്റ്റ് പറയാം. ഒന്ന് റീപർച്ചേസ് പ്രോഗ്രാമാണ്. നമുക്ക് ഒരു 1000 രൂപ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ അതിന് 10% ഫ്രീ പ്രൊഡക്റ്റ്. 2000 വാങ്ങിച്ചാൽ 10% ഫ്രീ പ്രൊഡക്റ്റ്. 350 രൂപ പ്രൊഡക്റ്റ് ലഭിക്കും. 3000 പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് പോയി വാങ്ങിക്കുമ്പോൾ നമുക്ക് 400 500 ഉൽപ്പന്നം ഫ്രീ ലഭിക്കും. 5000 വാങ്ങിക്കുമ്പോൾ 700 900 പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കാൻ. അതിന് ഫസ്റ്റ് പർച്ചേസ് ഓഫർ. ഇത് 1-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. ഇതെല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം. ഇത് വളരെ നിർബന്ധമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന കാര്യം. നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. 1-ാം തീയതിക്കും 15-ാം തീയതി കിടക്കും ഈ റീപർച്ചേസ് പ്രോഗ്രാം. ലോയൽറ്റി പ്രോഗ്രാം ഇത് നമ്മൾ 25-ാം തീയതിക്കുള്ളിൽ ചെയ്യേണ്ട കാര്യം. മിനിമം മാക്സിമം 25-ാം തീയതിക്കുള്ളിൽ. നമ്മൾ ഒരു 3 മാസം 6 മാസം പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ. എന്നാലോചിക്ക്. അതൊരു 3000 തൊട്ട് 10000 വരെ ഉൽപ്പന്നം എത്രയാണ് ശരി, ആ 3000 തൊട്ട് 10000 വരെ ഉൽപ്പന്നങ്ങളിൽ 100% നമുക്ക് തരികയാണ്. എങ്ങനെ? 6 മാസം ഉപയോഗിച്ചാൽ 1 മാസം പ്രൊഡക്റ്റ്, 12 മാസം ഉപയോഗിച്ചാൽ 3 മാസം പ്രൊഡക്റ്റ്. നിങ്ങളർത്ഥം മാക്സിമം നമുക്ക് 30,000 രൂപ വരെ ലോയൽറ്റിയുടെ ഒരു വർഷം പ്രൊഡക്റ്റ് മാത്രം നന്നാക്കാം. 30,000 പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് ലോയൽറ്റി അത്രയും കിട്ടുന്നത് എനിക്ക് ഇതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ കാര്യമാണ്. മിനിമം 1800 തൊട്ട് 2500 വരെ ലോയൽറ്റി ലഭിക്കും. പക്ഷെ 80% ലഭിക്കുള്ളൂ. 2500 തൊട്ട് മേളിലേക്ക് മാത്രമേ 100% ലഭിക്കുള്ളൂ. ഈ ഒരു കാര്യവും എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇനി 12 തരം വരുമാനം. ഇത് ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായ കാര്യമാണ്. നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ വെറുതെ പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് 33% വരെ 20 തൊട്ട് 33% വരെ നമുക്ക് സേവ് ചെയ്യാം. അത്രയും കുറച്ച് കൊടുത്താൽ മതി. പ്രോഗ്രഷൻ ബോണസ് ഇത് 6% നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നതാണ്. ഇത് പ്രോഗ്രഷൻ ബോണസ് ലഭിക്കുന്നത് ആർക്കാണ്? അഡ്വൈസറിന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ലഭിക്കുന്നത് ജനറലി അഡ്വൈസർക്ക് ലഭിക്കും, പ്രിഫേർഡ് കസ്റ്റമർ ലഭിക്കും. ഇനി ഇങ്ങനെ താഴത്തേക്ക് വരുന്ന കാര്യം മുഴുവൻ പ്രിഫേർഡ് കസ്റ്റമർ ലഭിക്കില്ല, അഡ്വൈസർക്ക് മാത്രം ലഭിക്കുള്ളൂ. പവർ ഓഫ് 4 ജസ്റ്റ് 4 പേര് ബീന പി വിയുടെ പേനയിൽ നിന്ന് അറിയാണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ബീന പി വി, പ്ലീസ് ശ്രദ്ധിക്കുക. പവർ ഓഫ് 4 4 ഓർഗനൈസേഷൻ വരുന്നുണ്ട്. 4 ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത 4 ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പവർ ഓഫ് 4 സ്റ്റാർട്ട് ചെയ്യാം. അവിടെ 5% വരവും ലഭിക്കും. അങ്ങനെ ഡയറക്ടറായി 1100 പോയിന്റ് വാല്യൂ എപ്പോഴെത്തുന്നോ ആ ഒരു മാസം എത്തുന്നോ അപ്പൊ നമുക്ക് 5% 17% ഡയറക്ടർ ബോണസും 3% വെഹിക്കിൾ ബോണസും 4% നാഷണൽ ട്രാവൽ ബോണസ് ലഭിക്കും. അങ്ങനെ ഒരു സിസ്റ്റമൈസ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതിനകത്ത് പവർ ഓഫ് 4 കുറിച്ച് 2 വാക്ക് പറയാതിരുന്നാൽ പറ്റില്ല. ശ്രദ്ധിക്കുക. മൈൽസ്റ്റോൺ നമ്പർ 1, നമുക്ക് 4 പേര് ബിസിനസ് കൊണ്ടുവന്നു. നമ്മൾ ഒരു 3000 രൂപയുടെ 50 പോയിന്റ് വാല്യൂന്റെ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. നമ്മുടെ ഗ്രൂപ്പിലെ എയും ബിയും സിയും ഡിയും 3000 രൂപ അല്ലെങ്കിൽ 50 മിനിമം 50 പിയുടെ പ്രൊഡക്റ്റിലെ പർച്ചേസ് അവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പനി ഒരു ഷെയർ, കമ്പനി 2 ഷെയർ നമുക്ക് തരാൻ തയ്യാറാവുക. അത് വളരെ ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെ എത്തുന്നവർക്ക് മാത്രമേ ആ ഷെയർ കൊടുക്കുള്ളൂ. നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടത് ഈ മൈൽസ്റ്റോൺ നമ്പർ 1 കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൈൽസ്റ്റോൺ 2 എഗെയിൻ നമുക്ക് ഈ 4 ഓർഗനൈസേഷൻ എവിടെയെങ്കിലും നമുക്കൊരു 12 പേര് 50 പിയുടെ വോളിയം ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് ഒരു 2 ഷെയർ എക്സ്ട്രാ തരിക, 4 ഷെയർ തരിക. ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻകം. ചിലപ്പോൾ കുറെ പേര് മൈൽസ്റ്റോൺ എത്തുമ്പോൾ തന്നെ അവർ ഡയറക്ടറിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഡയറക്ടർ ബോണസ് അവർക്ക് എൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇത് ഡയറക്ടർ ബോണസിനകത്ത് അവർക്ക് കിട്ടുന്ന 3 കാര്യങ്ങൾ. ഒന്ന് വെഹിക്കിൾ ബോണസ് ഉണ്ടാവും, ബൈക്ക് വാങ്ങിക്കാനുള്ള ബോണസ്. ഞാൻ അങ്ങനെ പറയും,
3%, ഒരു 2,500 രൂപ പെർ മന്ത് അത് മാത്രം ലഭിക്കും വെഹിക്കിൾ ബോണസ്. നാഷണൽ ട്രാവൽ ബോണസ് 4% നാഷണൽ ട്രാവൽ ബോണസ് ഉണ്ട്. ഇത് ഡയറക്ടർ ആൻഡ് സീനിയർ ഡയറക്ടർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രം കിട്ടുന്ന ഒരു 5,000 വരെ പെർ മന്ത് ബോണസ് ലഭിക്കും. മെന്റർഷിപ്പ് ബോണസ് ഇത് പൂൾ 15% ആണ്. ഇത് നമുക്ക് സീനിയർ ഡയറക്ടർ ആൻഡ് അബോ ആൾക്കാർക്ക് മാത്രം ലഭിക്കുള്ളൂ. നമ്മുടെ ഗ്രൂപ്പിനകത്ത് 3,600 GPV, ഏതാണ്ട് 1 ലക്ഷം രൂപ ബിസിനസ് താഴെ ഗ്രൂപ്പിൽ വരുമ്പോൾ കമ്പനി നമുക്ക് ഈ 15% ബോണസ് എക്സ്ട്രാ തരിക. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എന്താ കാര്യം എന്ന് പറയും, ഇത് നമുക്കൊരു മെന്റർഷിപ്പ് ബോണസിന് ഒരു 10,000, 15,000, 20,000 രൂപ വരുമാനം ജസ്റ്റ് ഒരു ആള് സീനിയർ ഡയറക്ടർ ആകുന്നതിന് ലഭിക്കുന്ന ഒരു അവസ്ഥയും. വേൾഡ് ടൂർ ഫണ്ട് നമ്മൾ 2 ഓർഗനൈസേഷൻ ഡയറക്ടർ ആക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലെവലിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന് അങ്ങനെ ഒരു മഹത് വ്യക്തിത്വത്തെ പരിചയപ്പെടാനുണ്ട്. മിസ് പാർവതി മാഡം. കാര്യം മാഡം ഈ ബിസിനസ് വന്ന് വളരെ പാർട്ടൈമായിട്ട് മാഡത്തിന്റെ 65ാമത്തെ വയസ്സിൽ 2ാമത് ഫോൺ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്ന മാഡത്തെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. നമുക്ക് ഇതിനെ പുറകെ പരിചയപ്പെടാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പോ അങ്ങനെ വേൾഡ് ടൂർ അടിക്കുമ്പോൾ നമുക്ക് മാക്സിമം 30,000 രൂപ വരെ നമുക്ക് ഈ വേൾഡ് ടൂർ ട്രാവൽ ഫണ്ട് ലഭിക്കാം. ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ലോകം മുഴുവൻ ചുറ്റിക്കിറങ്ങാൻ സാധിക്കുക. നമുക്ക് ഇഷ്ടമുള്ള വാഹനം വാങ്ങിക്കുന്നു, ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ കമ്പനി പറയുന്ന രാജ്യങ്ങളിൽ കുറെ രാജ്യങ്ങളുണ്ട്. കുറെ രാജ്യങ്ങളിൽ ഒരു 10 വർഷം കൊണ്ട് നമുക്കൊരു 8-10 രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. ദെൻ ലക്ഷറി കാർ, സ്വപ്ന വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഞാൻ എൻ്റെ സ്വപ്ന വാഹനം സ്വന്തമാക്കി. 2-3 വർഷം മുമ്പ് ഒരു മഹീന്ദ്രയുടെ 13 ലക്ഷം രൂപയുടെ കാറ് മോദിക്കർ ഫണ്ടിലൂടെ മുഴുവൻ വാങ്ങിക്കാൻ പറ്റി. അതിനാകെ ചെയ്യേണ്ട കാര്യം മോദിക്കർ ഷോറൂമിൽ പോയിട്ട് ഇഷ്ടമുള്ള കാർ ഏതാണോ അവിടുത്തെ ഷോറൂമിൽ പോയി ഇൻവോയ്സ് വാങ്ങിച്ച് കമ്പനിക്ക് അയച്ചു കൊടുത്തു. കമ്പനി ആ ഫണ്ട് നേരെ കാർ സെന്ററിലേക്ക് അയച്ചു കൊടുത്തു. കാർ സെന്ററിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട മെന്റേഴ്സ് ആയിട്ടുള്ള ജിഷ സാറും ദിനേശ് സാറും എനിക്ക് ഈ കാർ ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ ആ മോമെന്റിനെ കാണുന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മോമെന്റ് ആണ്. ഗവൺമെന്റ് സർവീസ് കിട്ടിയ നല്ല മോമെന്റ്സ് ആയിരുന്നു. പക്ഷെ അതേപോലെ മനോഹരമായ ഒരു മോമെന്റ് ആയിരുന്നു ഈ ഫേസ്ബുക്കിലൂടെ നമുക്ക് ലൈവ് എടുപ്പുണ്ട്. 159ാമത്തെ കാറാണ് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ 220 പേർക്ക് കാർ ഈ ഓർഗനൈസേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ തന്നെ 40,000 രൂപ പെർ മന്ത് ലഭിക്കുന്നു ആയിരിക്കണം. ഡ്രീം ഹൗസ് ബോണ്ട് ഇതൊരു എക്സ്ട്രാ കൊണ്ട് എത്തിക്കുക. ഒരു ഡിജിറ്റൽ പ്ലാറ്റിനം ലെവൽ എത്തിയാൽ കമ്പനി 4% പൂളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു 50,000 രൂപ വരെ വീട് വെക്കാനുള്ള ഫണ്ട് ഒരു മാസം 50,000 രൂപ മാറ്റി വെച്ചേക്കാം. ഇത് ഞാൻ പറയുന്നത് ഇരിക്കുന്ന എല്ലാവർക്കും 194 പേരുണ്ട്. 194 പേർക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ ബിസിനസ് അത്രയും സിമ്പിളാണ്. നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ബിൽഡ് ചെയ്യാമെന്ന് കഴിയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കാം എത്ര മനോഹരമാണ്. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ് ഡയമണ്ടിൽ എടുത്തു. ഞങ്ങൾ ഇന്ന് റെഡ് ഡയമണ്ട് ലെവലിൽ നിൽക്കുന്ന വ്യക്തികളാണ്. പൂൾ 4ലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവർക്കും അത് എത്താൻ പറ്റും. ആ ക്ലബിൽ വെക്കുമ്പോൾ റെഡ് ഡയമണ്ട് ബോണസ് വേറെ ലഭിക്കും. 12ാമത്തെ വരുമാനം ഡയമണ്ട് ബോണസ്, ബ്ലൂ ഡയമണ്ട് ബോണസ്. ഇത് നിങ്ങളുടെ ഓർഗനൈസേഷൻ ആ ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ഡയമണ്ട് ബോണസ് ലഭിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ഔന്നത്യമുണ്ട്. ഈ 11 ടൈറ്റിൽസ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ ഓരോ ലെവലിൽ എത്തുമ്പോഴും വിദേശ യാത്രയും കാർ യാത്രയും കൂടി നമുക്ക് ലോകം മുഴുവൻ ചുറ്റിക്കിറങ്ങാനും നമ്മുടെ ഇഷ്ടപ്പെട്ട വീട് സ്വന്തമാക്കാനും ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാനും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ബിസിനസ്സാണ്. ഇപ്പോ ഓരോ ലെവൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ലെവലിൽ എന്തൊക്കെയാണ് കിട്ടുന്ന രീതിയിലുണ്ട്. അപ്പൊ അവിടെ ചെയ്യേണ്ട പേഴ്സണൽ ഫീ ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു വലിയ കോമ്പിനേഷനാണ്. ജസ്റ്റ് 4 പേരെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഫോക്കസ് കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ്. നമ്മുടെ കൂടെ സഹായിക്കാൻ ഒരുപാട് വ്യക്തികൾ നമ്മുടെ കൂടെയുണ്ട്. ടീം ഗ്ലോബൽ ഓർഗനൈസേഷൻ കൂടിയുണ്ട്. മോദിക്കർ കമ്പനി ഉണ്ട്. സോ കേരളം നിറയെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോ ഡയറക്ടർ വർക്ക്ഷോപ്പ് കഴിഞ്ഞു. ഇനി ഗോ പ്ലാറ്റിനം വർക്ക്ഷോപ്പ് ഒരെണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത വലിയൊരു ഇൻഫിനിറ്റി പ്രോഗ്രാം വരുന്നു ഓഗസ്റ്റ് 14-ാം തീയതി. 24-ാം തീയതി 1 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആളുകളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ലുലു ഹൈപ്പർ മാർട്ടില് നമ്മുടെ ഇവിടെ തൃശ്ശൂർ പ്രോഗ്രാം നടക്കുന്നു. ലുലു ഹയാത്തിലെ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഇപ്പോ ഈ പ്രോഗ്രാം കേൾക്കുന്ന ഒരു വ്യക്തി കൂടി ചിലപ്പോൾ 1 ലക്ഷം വാങ്ങിച്ച് അവിടെ സെയിൽ വരാൻ പറ്റും. അങ്ങനത്തെ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണത്. നമ്മുടെ തല ഉപയോഗിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം റൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ലെവലിൽ എത്താൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. സോ അങ്ങനെ 4% നിങ്ങളുടെ പവർ ഓഫ് 4 ആരംഭിച്ച് അതേ സ്റ്റെപ്പാണ്. പവർ ഓഫ് 4 ആണ് ബിസിനസിന്റെ സ്ട്രാറ്റജി. എല്ലാവരും പവർ ഓഫ് 4 എത്തേണ്ടത്. പവർ ഓഫ് 4 വെച്ച് മാത്രമേ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതേ നിങ്ങൾ പെട്ടെന്ന് പ്ലാറ്റിനം ആകാൻ പറ്റും. അതേ പ്ലാറ്റിനം പവർ ഓഫ് 4 വെച്ചിട്ട് നിങ്ങൾക്ക് റെഡ് ഡയമണ്ടും ബ്ലൂ ഡയമണ്ടും എത്താൻ പറ്റും. സോ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മളെ സഹായിക്കാൻ ഒരു SPBM അക്കാഡമി കൂടെ ഉണ്ട് യൂട്യൂബില്. അതിനകത്ത് നമ്മുടെ AI ടെക്നോളജി ഉപയോഗിച്ച്
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വർക്കുന്ന റോഡ് ടു ഫ്രീഡം എന്നൊരു ആപ്പ് ഉണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുക എനിക്ക് 1 ലക്ഷം വരുമാനം വാങ്ങിക്കണം, ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ആ ആപ്പ് പറഞ്ഞു തരും. നിങ്ങളുടെ ഗ്രൂപ്പ് 4 ഗ്രൂപ്പ് എങ്ങനെ ചെയ്യണം. നിങ്ങൾക്കൊരു 5 ലക്ഷം വരുമാനം വാങ്ങിക്കണം, 50 ലക്ഷം വാങ്ങിക്കണം, എത്ര ആയിക്കോട്ടെ ആ എമൗണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിച്ച ആപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് നിങ്ങൾ ടീം ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാനുള്ള അവസരം. സോ ഇറ്റ് ഇസ് അമേസിങ്. തീരുമാനിക്കുക, സ്വയം ചോദിച്ചു നോക്കുക. ഇഫ് നോട്ട് മോദിക്കർ അല്ലെങ്കിൽ ദെൻ വാട്ട്, വേറെ എന്താണ് നമുക്ക് വേറെ പോംവഴിയുള്ളത്? ഇഫ് നോട്ട് യു, നിങ്ങളല്ലെങ്കിൽ ദെൻ ഹു, ആരാണ് ചെയ്യാൻ പോകുന്നത്? ഇഫ് നോട്ട് നാവ്, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്? ജേർണി ഓഫ് 1000 മൈൽസ് സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. 1000 മൈൽ പോകാനുണ്ടോ? നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് നിങ്ങൾ വെച്ചാൽ മതി. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുഡേ. ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് എടുക്കുക. വെൽക്കം ടു മോദിക്കറിന്റെ അത്ഭുത ലോകത്തേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുക. ഓക്കെ, ഇനി നമുക്ക് കാണാൻ പോകുന്നത്, ഞാൻ ബിസിനസിന്റെ പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം പറയാത്തുള്ളൂ, നമ്മളിപ്പോ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ് കീപ്പ് ഓൺ ഡൂയിങ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും. മറിച്ച് നമുക്ക് പാർട്ട് ടൈമായി ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഒന്ന് ഫൈറ്റ് ചെയ്തുവിടാം. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പാർട്ട് ടൈമായിട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ലോകം സൃഷ്ടിക്കാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഞാൻ നിങ്ങളെല്ലാവരും ഞാൻ ആ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള പാർവതിമാട് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഇപ്പോ പട്ടയ ട്രിപ്പ് ഇപ്പൊ കഴിഞ്ഞ് ജസ്റ്റ് ഒരാഴ്ചയായിരുന്നു. നമ്മുടെ ഇവിടെ നിന്ന് 100 കണക്കിന് ആൾക്കാരാണ് പട്ടയ ട്രിപ്പ് പങ്കെടുത്തത്. അപ്പോ പാർവതിമാടെ സംബന്ധിച്ച പാർവതി തീരുമ്പത്തുള്ള കോടിയിലെ ക്രൂസ് എന്നുള്ള ഇന്ത്യയിലെ മോസ്റ്റ് ലക്ഷറിയസ് ഷിപ്പ് ഉണ്ട്. ആ ട്രിപ്പിലും മാഡം ക്വാളിഫൈ ചെയ്തു. 2 ട്രിപ്പും ക്വാളിഫൈ നിൽക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ട്രിപ്പ് ക്വാളിഫൈ ചെയ്ത ശേഷം ശരിക്കും എൻജോയ് ചെയ്തു. ഈ ട്രിപ്പ് അടിച്ചു പൊളിച്ചു ഞാൻ അറിഞ്ഞത്. മാഡത്തിന്റെ 65-ാം വയസ്സിൽ മാഡം ഇപ്പൊ ചെറുപ്പക്കാരെയാണ് മാറിയേക്കാം. നമുക്ക് ആ മാഡത്തെ പരിചയപ്പെട്ടില്ലേ ഭയങ്കര നഷ്ടമായിരിക്കും. സോ ഞാൻ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി പാർവതി മാഡത്തെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ലെറ്റ് us വെൽക്കം പാർവതി മാഡം. വെൽക്കം മാഡം. സൗണ്ട് അൺമ്യൂട്ട് ചെയ്തോളൂ. യെസ് മാഡം. ഞാൻ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമുക്ക് സമയത്തിന് പരിഗണന ഞാൻ ചുരുക്കുകയാണ്. നമുക്ക് പാർവതി മാഡത്തെ ക്ഷണിക്കാം. വെൽക്കം മാഡം. വീഡിയോ തക്കാലം മാഡം ഓഫ് ചെയ്തു. വേറെ ഒന്നല്ല, അവിടെ ഇതുണ്ട്, മറ്റേ ഡിസ്റ്റർബൻസ് ഉണ്ട്. പറഞ്ഞു നോക്കി. വീഡിയോ ഓഫ് ചെയ്യും. എന്നിട്ട് സംസാരിച്ചു. സംസാരം നിർത്തും, വീഡിയോ ഓൺ ചെയ്യണം. അതിന് പറഞ്ഞോളൂ. എന്റെ പേര് പാർവതി. എനിക്ക് വിദ്യാഭ്യാസം 3-ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. എനിക്ക് അധികമൊന്നും പറയാൻ അറിയില്ല. പറയണം. നല്ല അറിവുള്ളത് പറയാണ്. കുറെ ജോലികളെല്ലാം ചെയ്തതാണ്. അതിലൊന്നും എനിക്ക് ഇതേപോലെ ഒരു സ്വപ്നം നേടാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറെ തൊഴിലെല്ലാം ഞാൻ കുറെ ചെയ്തതാണ്. ഞാൻ 11 വയസ്സിൽ കൂലിപ്പണി തുടങ്ങിയതാണ്. അന്ന് തൊട്ട് ഇതുവരെ ഇപ്പൊ 2.5 വർഷമായി ഇതില് മോഡികെയറിൽ. ഇതുവരെയും ഇതേപോലെ ഒരു സ്വപ്നം എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. അത് മോഡികെയറിൽ വന്ന പിന്നെയാണ് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. 2 ട്രിപ്പ്, ഒരു ക്രൂയിസ് ട്രിപ്പ് പോയി, ഒരു തായ്ലൻഡ് ട്രിപ്പ് പോയി. അതെല്ലാം മോഡികെയറിൽ വന്ന പിന്നെയാണ് സാധിച്ചത്. എനിക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ കുറെ വേറെ എല്ലാം കഴിച്ചു, ഒന്നിലും മാറ്റം കിട്ടിയില്ല. അപ്പൊ ഇതിൽ വന്ന് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ആ പണിയെല്ലാം വിട്ട് ഞാൻ ഇതിൽ ഇറങ്ങി. ഇപ്പൊ 2.5 വർഷമായി ഞാൻ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറെ ആൾക്കാർക്ക് ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. അവരെല്ലാം പ്രോഡക്റ്റ് കഴിച്ച് നല്ല. പറഞ്ഞോ. റേഞ്ച് പോയി. യെസ്, ഗംഭീരമായി മാഡത്തിന്റെ റേഞ്ച്. ഫോൺ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, റേഞ്ച് അവിടെ കുറവുണ്ടായിരുന്നു. എന്തായാലും ഒരു എക്സ്ട്രാ ഓർഡിനറി ടൈമാണ് ഇപ്പോൾ. പാർവതി മാഡത്തിന്റെ എക്സ്പീരിയൻസ് ഇവിടെ 3-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ 2.5 വർഷം കൊണ്ട് ബിസിനസിനകത്ത് ജീവിതത്തിലെ 65-ാം വയസ്സിനിടക്ക് ഇത്ര നാൾ നേടാൻ പറ്റാത്ത ഒരുപാട് സ്വപ്നങ്ങള് ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞു. എത്ര സിമ്പിളാന്ന് നോക്കി. ഞാനൊരു ഗസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന വ്യക്തി. മാഡം ജസ്റ്റ് 3-ാം ക്ലാസ് കഴിഞ്ഞ ശേഷം മോദിക്കർ ചെയ്ത്
ഒരുപാട് ജോലി ചെയ്യുന്നു. 11 വയസ്സോടെ ജോലി തുടങ്ങിയ വ്യക്തിയാണ്. ജീവിതത്തിൽ അത്രയും കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്ത ശേഷം ഇപ്പോ ഇതിലൂടെ വന്ന് ഒരു എക്സ്ട്രാ ഓർഡിനായിട്ട് വളരാൻ സാധിച്ചു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇത്ര നല്ല വലിയൊരു ഓപ്പർച്യൂണിറ്റി സമീർ സാറ് ഇന്ത്യയിലേക്ക് തന്നതില്ല. ഇന്ത്യയിലെ ഏതൊരു ആളെയും ഏത് ലെവലിൽ എത്തിക്കാൻ പറ്റിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നേക്കണേ. പാർവതി മാഡം തിരിച്ചു കയറിയോ? എനിക്ക് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് അവിടെയൊക്കെ റേഞ്ച് കുറവായിരിക്കും തോന്നുന്നു. എങ്കിലും ആ ചുരുങ്ങിയ സമയം മാഡം പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തായാലും വലിയൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. എന്നെ സംബന്ധിച്ചുള്ള ഒരു ഐ ഓപ്പണിംഗ് ആ കാര്യമായിട്ട് മാറി ഇന്ന് മാഡം പറഞ്ഞ കാര്യങ്ങൾ. ഞാനിത് കണ്ടത് ഇതിനകത്തൊരു 3ാം ക്ലാസ് ജയിച്ച് 4ാം ക്ലാസ് ജയിച്ച് 5ൽ തോറ്റ ഒരു ലേഡി ഉണ്ട്. അവരാണ് കേരളത്തില് ഏറ്റവും ഒരു 5 ലക്ഷം എടുത്ത് വരുമാനം വാങ്ങിക്കുന്ന ലേഡി. അവർ ഒരുപാട് അരിപ്പൊടിക്ക് കിട്ടുന്ന സ്ത്രീയാണ്. മോദിക്കേറിൽ ഞാൻ പറയുന്നത് അവർ കഴിഞ്ഞ 20 ലക്ഷം മോദിക്കേരി ചെയ്യുന്ന ഇന്ന് ശരിക്കും എൻജോയ് ചെയ്യുന്നു. പാസീവ് ഇൻകം എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ അങ്ങനെ കുറെ പേര് കണ്ടിട്ടുണ്ട്. ഒരു പെട്രോൾ ബങ്കിൽ പെട്രോൾ ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം ഈ ബിസിനസ് വന്നിട്ട് ഇന്ന് വളരെ ലക്ഷറിയുടെ ലൈഫ് എൻജോയ് ചെയ്തു. ഒരുപാട് സ്വത്തുകളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്പ് ചെയ്തു. ഇതിനൊക്കെ പഠിക്കുന്ന ലെസൺ എന്താണ്? വിദ്യാഭ്യാസവും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും സമ്പത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മോദിക്കേറിന്റെ പ്ലാറ്റ്ഫോം ശരിക്കും തന്നിരിക്കുന്നത് ഏതൊരാൾക്കും അവർ ആരായിക്കോട്ടെ അവർക്ക് ഏത് ലെവലിൽ എത്താൻ പറ്റിയ ഒരു വലിയ പ്ലാറ്റ്ഫോം ഇതിനകത്തുണ്ട്. നമ്മുടെ കൂടെ നല്ല ലീഡർഷിപ്പ് ഉണ്ട്. ആ ലീഡർഷിപ്പ് നോക്കിക്കോളും. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാൻ എല്ലാ ദിവസവും ചെയ്യാൻ തയ്യാറായ ഒരു 6 മാസം തൊട്ട് ഒരു 2 വർഷം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ ബിൽഡെടുക്കാൻ പറ്റും. ക്ഷമയോട് കൂടി ബിസിനസ് ചെയ്യുക. ഹ്യൂജ് വോളിയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വലിയൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു സംശയം വേണ്ട. അതിനോട് നല്ല ലീഡർഷിപ്പ് നമ്മുടെ കൂടെ ഉണ്ട്. ബെസ്റ്റ് കമ്പനി, ബെസ്റ്റ് പ്രൊഡക്റ്റ്. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. സി യു അറ്റ് ദ ടോപ്പ്. താങ്ക് യു.